സാറേ മോള് വരുന്നുണ്ട്. എന്താ നീ ഇത്രയും താമസിച്ചത്? ക്ലാസ് കഴിഞ്ഞത് ഇപ്പോഴാച്ചാ. സാറേ ആ പയ്യനെ കുറിച്ച്. ബണ്ണി, ഇന്നലെ നമ്മുടെ കാശ് തരാതെ മുങ്ങിയ പെണ്ണില്ലേ, അവള് വന്ന് കാശ് മുഴുവൻ തന്നു. അവിടെ ഇരിപ്പുണ്ട്. കുഴപ്പമില്ലല്ലോ. ബണ്ണി ബണ്ണി ഒന്ന് ഹെൽപ്പ് ചെയ്യൂടാ. എന്റെ ലവർ ശാന്തി അവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ഇപ്പൊ പണക്കത്തില്ല. ഈ ലെറ്റർ ഒന്നുകൊണ്ട് അവളുടെ ബുക്ക് വെക്കൂടാ. നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത്? അളിയാ അതല്ലടാ, ബ്രോക്കർമാരോട് പറയടാ. പ്ലീസ് ഡാ പ്ലീസ് ഡാ, നിന്നെ മാത്രം എനിക്ക് വിശ്വാസമുള്ള അതുകൊണ്ടാടാ. പ്ലീസ് ഡാ മോനെ പ്ലീസ്. അവിടെ ആ ബ്ലൂ ചുരിദാർ പ്ലീസ് ഡാ. നമ്മുടെ പാർട്ടികളാ. നിന്റെ കാശ് കൊണ്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നോട് മിണ്ടാൻ വന്നേക്ക്. പാചകം മടി നിർത്തൂ. ഫുഡ് കൊള്ളില്ല. ഇത് എത്ര ദിവസമായതാ? ലുക്ക് മാഡം, ഈ ഷോപ്പിൽ ഫ്രഷ് ഐറ്റംസേ ഉള്ളൂ. നിന്നെ പോലെയല്ല. എന്താ ശരിയല്ലേ? പിന്നെ മോരവണ്ടി. ഞാൻ പോവാ. ലേറ്റ് ആയാൽ അച്ഛൻ വഴക്കു പറയും. ലെറ്റർ വെച്ചത് അവള് പോടാ. എന്റെ ലെറ്റർ പോയടാ. ഒരു ലെറ്റർ അല്ലേ, അത് പോട്ടടാ. സൂപ്പർ സാമ്പാർ. ഇത് മധു, എനിക്കല്പം സംസാരിക്കാനുണ്ട്. വേഗം കഴിച്ചിട്ട് വാ. നീ കഴിക്കുമോളെ. പേര് അരവിന്ദ്, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്. നമ്മുടെ സമുദായത്തിലെ ഒരു വലിയ കോടീശ്വരൻ. നിന്റെ ഫോട്ടോ കണ്ടപ്പോ തന്നെ അയാൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അടുത്ത മാസം 10-ാം തീയതിയാ കല്യാണം. കല്യാണത്തിന് ഇനി 10-20 ദിവസം പോലും തികച്ചില്ല. ഇൻവിറ്റേഷൻ കാർഡ് ഇന്ന് കിട്ടും. വിളിക്കേണ്ടവരുടെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ഒരാളെ പോലും വിട്ടുപോകരുത്. ശരി സാർ. ഇത്ര പെട്ടെന്ന് കല്യാണത്തിന് ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? തെറ്റൊന്നും ചെയ്തില്ലേ നീ? സാർ, എന്റെ മോള് നീ എവിടെ വെച്ച് കണ്ടെന്നാ പറഞ്ഞത്? നേതാജി സർക്കിളിലൂടെ ഒരു പയ്യന്റെ കൂടെ വണ്ടി പോകുന്നുണ്ട്. എനിക്ക് അവനോട് യാതൊരു ബന്ധമില്ല. അന്നൊരു ദിവസം പിസ്സ ഹട്ടിൽ വെച്ച്. മിണ്ടരുത്. അവനുമായിട്ട് ഒരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ നിന്റെ ബുക്കിനകത്ത് അവന്റെ ലവ് ലെറ്റർ എങ്ങനെ വന്നു? എനിക്കറിയില്ല അച്ഛൻ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. എന്നെ വിശ്വസിക്കണം. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേടാ നിന്നോട്? ആരും ഇടപെട്ട് പോകരുത്. നമ്മുടെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പുറത്തു പോയാൽ ഒറ്റ വോട്ടേ പോകത്തുള്ളൂ. എന്നാൽ എന്റെ മോളാണ് പോകുന്നതെങ്കിൽ ആ ഒറ്റ വോട്ട് 1,00,000 വോട്ടിന് തുല്യമാണ്. വേണ്ടിപ്പോകരുത്. തീരുമാനിച്ച കല്യാണം നടക്കും. നിന്റെ പഠിത്തവും ആട്ടവും ഒക്കെ ഇനി നിർത്തിക്കോ. മധു, ഇത്രയും കാലം നീ കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ വെറുതെ ആയല്ലോ. ഇതിനെല്ലാം കാരണം ആ ലെറ്ററാ. അതവളുടെ ബുക്കിൽ വെച്ചവൻ ആരായാലും അവൻ എന്റെ കയ്യിലെങ്ങാനൊന്ന് കിട്ടിയിരുന്നെങ്കി. ഡോക്ടറമ്മമാരെന്താ ഒരു ഗൂഢാലോചന? എടി പൊന്നമ്മേ മാറ്. തങ്കമ്മേ, അരെ ശാന്തമ്മ സിംഗേ. എടോ കാന്തമ്മേ, ഇന്നലെ മിസ്റ്റേക്ക് പറ്റി ഒരു ലെറ്റർ തന്റെ ബുക്കിൽ ആയിക്കോട്ടെ. അത് തനിക്കുള്ളതല്ല, ശാന്തിക്ക. അങ്ങ് കൊടുത്തേക്ക്. വിജയൻ എന്നാ താങ്ക്സ്. ഇങ്ങനെ പറഞ്ഞ എങ്ങനെ മനസ്സിലാവുന്നത്? ആരെങ്കിലും ഒരാൾ പറ. എങ്ങനെയാ പറയേണ്ടത്? എന്റെ ജീവിതം നശിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായില്ലേ? ഈ കല്യാണം നടന്നു നീ എന്റെ ശവമായിരിക്കും പിന്നെ കാണുന്നത്. അപ്പോഴേ നിനക്ക് മനസ്സിലാവും നീ എത്ര വലിയ തെറ്റാ ചെയ്തെന്ന്. ഇങ്ങനെയൊക്കെ ആവുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ഐ എം റിയലി വെരി സോറി. ഞാൻ അറിയാതെ ചെയ്തു പോയൊരു തെറ്റാണെങ്കിലും തനിക്ക് വേണ്ടി ഞാൻ ഇതിന് പ്രായശ്ചിത്തം ചെയ്യും. ഇറ്റ്സ് എ പ്രോമിസ്.
അളിയ ബണ്ണി ടെൻഷൻ അടിക്കാതെ കല്യാണം നടത്താനാ പാട്, മുടക്കാൻ ഒരു പാടുമില്ല. അതിരിക്കട്ടെ, പയ്യനാരാണെന്ന് പറ. ഏതോ ഒരു DCP അരവിന്ദ്. DCP അരവിന്ദോ? വേണ്ടടാ, അയാൾ ഇടിയിൽ PhD എടുത്തവനാ. എന്താ അളിയ, നീ കോളേജ് പിള്ളേർ ഇടിച്ച പോലെ ഇത് അത്ര ഈസി ആണെന്നാണോ? ആ DCPക്ക് തോക്ക് വെറും പേന പോലെ, അറിയോ? എടാ അളിയ, സൂപ്പർ ഐഡിയ ഉണ്ട്. ആ DCPക്ക് എയ്ഡ്സ് ഉണ്ടെന്ന് പറഞ്ഞാലോ? വൃത്തിയിടാൻ. വേണ്ട, ഇനി നിങ്ങളുടെ ആരുടെ ഐഡിയ ഒന്നും ആവശ്യമില്ല. ഹലോ സർ, DCP അരവിന്ദാണോ സർ? യാ സ്പീക്കിംഗ്. സർ, എന്റെ പേര് ബണ്ണീന്ന. സർ, എനിക്ക് സാറിനെ ഒന്ന് പേഴ്സണലായിട്ട് കാണണം. എടാ അളിയ, നീ പോയി എന്താ പറയാൻ പോകുന്നത്? എന്താ പറയണമെന്ന് അറിയില്ല. എങ്ങനെ കല്യാണം മുടക്കേ പറ്റൂ, അത് മാത്രമേ അറിയൂ. വിജയ, എന്താ അളിയ? ഞാൻ ട്രൈ ചെയ്യുന്നത് നടന്നില്ലെങ്കിൽ ഡൗട്ടേ വേണ്ട, ഡെഡ് ബോഡിയാ. നീ പേടിക്കാടാ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഈ പറഞ്ഞ എന്റെ കാര്യമല്ലടാ, പിന്നെ നിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാം നീയായിട്ട് വരക്ക് വെച്ചല്ലേ. ഞാൻ വരട്ടെ. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. സാർ ഇപ്പോ വരും. ശരി സർ. അളിയ, കുഴപ്പമുണ്ടെങ്കിൽ മിസ് കാണിക്കണേ. ഓടി രക്ഷപ്പെടാനായിരിക്കും. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. എവിടെ അവന്മാര്? ശരിയാക്കാൻ പറ്റുമോ ഞാനും നോക്കട്ടെ. കൂടെ മാറ്. സർ, ഞാൻ ഫോൺ ചെയ്തില്ലേ? വാട്ട് ഫോൺ? ഇന്നലെ ഒരു പേഴ്സണൽ കാര്യം പറയണമെന്ന് പറഞ്ഞ്. ഓ ബണ്ണി. സിറ്റ് സിറ്റ്. താങ്ക് യു സർ. വാട്ട്സ് ദ മാറ്റർ? സർ, സർ, അത് മധുമതിയെ കല്യാണം കഴിക്കാൻ പോകുന്നത്. യെസ്, ഓഫ് കോഴ്സ്, ഞാൻ തന്നെ. എന്താ കാര്യം? സർ, അതെ. കം ഓൺ മാൻ, ടൈം പോകുന്നു. സർ, സർ, ഈ മാരേജ് നടന്നുകൂടാ സർ. വാട്ട്? എന്താ എന്താ പറഞ്ഞേ? വൈ? കമോൺ കമോൺ ടെൽ മീ. എന്താ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞേ? എന്താ നീ ഉദ്ദേശിക്കുന്നത്? കമോൺ കമോൺ. എന്റെ കല്യാണം മുടക്കാൻ വന്നാണോ? യു വാണ്ട് ടു സ്റ്റോപ്പ് മൈ മാരേജ്? നോ നോ. നീ എന്തിനാ അങ്ങനെ പറയുന്നത്? വൈ ഡിഡ് യു ടെൽ മീ ദാറ്റ്? ഏയ്, അതിനെന്തെങ്കിലും കാരണമില്ല നീ പറയില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? പറയടാ. കാരണം ഉണ്ടെങ്കിൽ അത് പറയാൻ നീ പറയുന്നു. അതോ? അത് ഞാനും മധുമതിയും കുറെ നാളായിട്ട് പ്രേമത്തിലാണ് സർ. ഞാൻ പ്രേമിക്കില്ല സർ. പ്ലീസ് പ്രോമിസ് സർ. പ്ലീസ് സർ, പ്ലീസ് സർ, പ്ലീസ്. നിന്റെ ജോലി എന്താ? വാട്ട്? പിസ്സ ഡെലിവറി. പിസ്സ ഡെലിവറി ബോയ്? ആ പെണ്ണിന്റെ റേഞ്ച് എന്താണെന്ന് എനിക്കറിയോ? യു നോ മൈ സ്റ്റാറ്റസ്. അവളെ ഞാൻ മഹാറാണിയാക്കും. മഹാറാണിയാക്കൂടാ ഞാൻ. എന്നാ നീയോ? ലുക്ക്, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. എന്നാലും അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നുള്ളൂ. നിനക്ക് എന്ത് ചെയ്യാമെങ്കിലും ചെയ്തോ. ഞാൻ പൊക്കോളാം സാർ. സാർ അവളെ തന്നെ കല്യാണം കഴിച്ചോ. പക്ഷെ നിങ്ങളുടെ കല്യാണം നടക്കുന്ന ആ നിമിഷം തന്നെ എന്റെ മധുമതി സങ്കടം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തിലേക്ക് നോക്കിക്കോ സാർ. അവള് പോയ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല. അവള് പോയിടത്തേക്ക് ഞാനും പോവും. അവള് പോയിടത്തേക്ക് ഞാനും പോവും സാർ. പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. അല്ലെങ്കിൽ സാറ് കണ്ടോ? അടുത്ത ഡെലിവറിക്ക് സമയമായി പോവാം.